Dear children, welcome to Kids Area Online. Kids Area Online ഒന്നാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് സൂമിൽ ലൈവ് ക്ലാസ് നൽകുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ്. അതുപോലെ LKG UKG ക്ലാസ്സുകളുണ്ട്. സ്പെഷ്യൽ ക്ലാസ്സുകളായി മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ഇവിടെ റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സുകളുണ്ട്. ഫീസ് നൽകിയാണ് പഠിക്കാനുള്ളത്. സൂമിൽ ലൈവ് ക്ലാസ്സസും റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. 3ാം ക്ലാസ്സിലെ മലയാളത്തിൽ 3ാമത്തെ യൂണിറ്റ്, 3ാമത്തെ പാഠഭാഗമാണ് മനുഷ്യന്റെ കൈകൾ. നിങ്ങൾ പഠിച്ചതാണല്ലോ. മനുഷ്യന്റെ കൈകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? മനുഷ്യന്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന ജോലികൾ. മനുഷ്യന്റെ കൈകൾ കൊണ്ട് ചെയ്യുന്ന ജോലികൾ. പണ്ട് കാലത്ത് മനുഷ്യർ എങ്ങനെയായിരുന്നു? ഇതാ നോക്കിയേ, പണ്ട് കാലം. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഈ ചിത്രം നൽകിയ ശേഷം ഇതെന്താണെന്ന് ചോദിച്ചാൽ എന്താ എഴുതുക? പണ്ട് കാലത്ത് എന്താ? കല്ലുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. കല്ലുകൊണ്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന ഒരു കാലം. പണ്ടത്തെ മനുഷ്യർ ജോലി ചെയ്യുകയാണ്. അവർ എന്ത് ജോലിയാ ചെയ്യുന്നേ? കല്ലുകൊണ്ട് ആയുധങ്ങൾ ഉണ്ടാക്കിയ കാലമാണ്. അതായത് പണ്ട് ഗുഹ കണ്ടോ? ഈ ഗുഹകളിൽ ജീവിച്ചിരുന്ന ആദിമ മനുഷ്യരാണ് ഇവർ. ഗുഹകളിൽ ജീവിച്ചിരുന്ന ആദിമ മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് വിശപ്പിനായിട്ട് എന്ത് വേണം? ആഹാരം വേണം അല്ലേ? അതിനായിട്ട് മൃഗങ്ങളെയും പക്ഷികളെയും വേട്ടയാടി പിടിക്കണം. അതിനുവേണ്ടി ആയുധങ്ങൾ വേണം. അവർ കല്ലുകൊണ്ട് എന്ത് ചെയ്യുന്നു? ആയുധങ്ങൾ നിർമ്മിക്കുന്നു. അപ്പോൾ കല്ലുകൊണ്ട് ആയുധം നിർമ്മിക്കുന്ന ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത്. അടുത്ത ചിത്രം നോക്കിയേ, 2ാമത്തെ ചിത്രം നോക്കിയേ. ജോലി കുറച്ചുകൂടി എളുപ്പത്തിലാക്കുകയാണ്. അവർ എന്തുപയോഗിച്ചാണ് ഈ കല്ല് കൊണ്ടുപോകുന്നത്? കണ്ടോ? ചക്രം കണ്ടോ? ചക്രത്തിന്റെ കണ്ടുപിടുത്തം കണ്ടോ? അവർ ചക്രം കണ്ടുപിടിച്ചു. ചക്രം കണ്ടുപിടിച്ചപ്പോൾ എന്ത് ചെയ്യാം? അവർക്ക് എളുപ്പത്തിൽ സാധനങ്ങൾ കൊണ്ടുപോകാൻ കഴിയുന്നു. അതായത് തൊഴിലുകൾ എന്താണ്? തൊഴിലുകൾക്ക് വേണ്ട ഭാരമേറിയ സാധനങ്ങൾ അവർക്ക് എന്ത് ചെയ്യാം? എളുപ്പത്തിൽ കൊണ്ടുപോകാൻ അവർ എന്ത് കണ്ടുപിടിച്ചു? ചക്രം കണ്ടുപിടിച്ചു. ഓക്കെ, മനസ്സിലായോ? അപ്പൊ ആദ്യം അവർ ചെയ്തത് എന്താണ്? കല്ലുകൾ ഉപയോഗിച്ച് ആയുധങ്ങൾ ഉണ്ടാക്കി. 2ാമത് അവരുടെ ജോലി എളുപ്പമാക്കാൻ അവർ എന്ത് ചെയ്തു? ചക്രം കണ്ടുപിടിച്ചു. ചക്രം കണ്ടുപിടിച്ചത് അവരുടെ ജോലി കുറച്ചുകൂടി എളുപ്പത്തിലാക്കി. ആ കാലഘട്ടം കഴിഞ്ഞപ്പോൾ നോക്കി, അവർ കൃഷി എന്ത് ചെയ്യുകയാണ്. കൃഷി ചെയ്തവർ ജീവിക്കുകയാണ്. നേരത്തെ മൃഗങ്ങളെ വേട്ടയാടി പിടിക്കുകയും അങ്ങനെയൊക്കെ ആയിരുന്നു. അതിനുശേഷം അവർ ചക്രങ്ങൾ ഉണ്ടാക്കി ജോലി കുറച്ചുകൂടി എളുപ്പത്തിലാക്കി. അതിനുശേഷമോ മനുഷ്യർ തന്നെ എന്ത് ചെയ്യുന്നു? അവർക്ക് വേണ്ട ആഹാരം ഉണ്ടാക്കുകയാണ്. മണ്ണ് കിളച്ച്, നിലമൊരുക്കി, വിത്ത് വിതച്ച് അങ്ങനെ എന്ത് ചെയ്യാണ്? അവർ കൃഷി ആരംഭിച്ചു. കണ്ടോ? കൃഷി ആരംഭിക്കുന്ന കണ്ടോ? അവർ സ്വയം കൃഷി ആരംഭിക്കുകയാണ്. വീണ്ടും അടുത്ത തലമുറയിൽ വന്നപ്പോൾ എന്താ കാണുന്നേ? കമ്പ്യൂട്ടർ യുഗമായല്ലേ? എല്ലാ കാര്യങ്ങളും ഇന്നെന്താണ്? എല്ലാ മേഖലകളും, കൃഷി മുതൽ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറിന്റെ സഹായം പ്രയോജനപ്പെടുത്തുകയാണ്. മനുഷ്യജീവിതത്തിലെ ഓരോ ജോലികളും വളരെ എളുപ്പത്തിലാക്കുവാൻ ഈ കമ്പ്യൂട്ടർ സഹായിച്ചു. അപ്പോൾ 4 ചിത്രങ്ങളിലൂടെ 4 കാര്യങ്ങളാണ് പറയുന്നത്. ഈ ചിത്രത്തിലൂടെ എന്താണ്? പണ്ട് കാലത്തെ മനുഷ്യർ അവരുടെ ജോലി അവർ തുടങ്ങിയാണ്. എങ്ങനെയാണ്? അവർ ആദ്യം ആയുധം കണ്ടുപിടിച്ചു. ജോലി കുറച്ചുകൂടി എളുപ്പത്തിലാകാൻ വേണ്ടി എന്ത് ചെയ്തു? ചക്രം കണ്ടുപിടിച്ചു. വീണ്ടും അവർ എന്ത് ചെയ്യുന്നു? കൃഷിയിലേക്ക് തിരിഞ്ഞു. എല്ലാവരും കൃഷിയിലേക്ക് തിരിഞ്ഞു. ഇപ്പോഴോ കമ്പ്യൂട്ടർ യുഗത്തിലേക്ക് തിരിഞ്ഞു. അതാണ് ഈ 4 ചിത്രങ്ങളും വിശദീകരിക്കുന്നത്. ഓക്കെ, കുഞ്ഞനുറുമ്പും കുട്ടിയോളും. ഇവിടെ കുഞ്ഞനുറുമ്പിന്റെ കൂട് തകർത്തപ്പോൾ കുന്നോളം കുറിയരി കൂമ്പാരം. കൂട് തകർന്നൊരു കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും പൊടിപൂരം. കൂട് തകർത്തവരാരെല്ലാം കൂടെ കുറിയരി ചിന്നിയോരാരെല്ലാം. കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എണ്ണിപ്പറഞ്ഞു കടിക്കുന്നു. കുഞ്ഞനുറുമ്പിന്റെ കൂട് തകർത്തൊരു കൂട്ടുകാരെന്നോന്നറിയണം. കൂടൊന്നു തീർക്കാൻ കുന്നോളം തൊരം വീടാക്കി മാറ്റാൻ മലയോളം. അപ്പോൾ ഒത്തിരി കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് എന്ത് ചെയ്തു? ഏതോ കുട്ടികൾ എന്ത് ചെയ്തു? കാലുകൊണ്ട് തകർത്തു. അപ്പോൾ കുഞ്ഞനുറുമ്പിന്റെ കുട്ടിയോളും കെട്ടിയോളും എന്ത് ചെയ്യുന്നു? എല്ലാവരും കൂടി
ആ തകർത്ത കാൽ കടി കൊടുക്കുകയാണ്. നിങ്ങൾക്കും കടി കിട്ടിയിട്ടില്ലേ? കിട്ടിയിട്ടുണ്ടല്ലേ? അപ്പോൾ അവർ ഒരു ജോലി ചെയ്യുന്നതിന് അധ്വാനമുണ്ട്. എന്ത് ജോലി ചെയ്താലും അതിലെന്തുണ്ട്? അധ്വാനമുണ്ട്. ഉറുമ്പുകളായാലും ഏത് ജീവികളായാലും അവർ അധ്വാനിച്ച് എന്ത് ചെയ്യാണ്? ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. ത്വരം എന്ന് പറഞ്ഞാൽ എന്താ? ത്വരം എന്ന് പറഞ്ഞാൽ ഇതാണ് പറയുന്നത്. കുറിയരി അവർ തലയിൽ ചുമന്നു കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടോ? വെള്ള നിറത്തിൽ കണ്ടിട്ടുണ്ടോ? അരിയൊക്കെ കൊണ്ടുപോകുന്ന കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. അപ്പോൾ ഒരുമിച്ച് എന്ത് ചെയ്യാണ്? അവർ വരി വരിയായിട്ട് കൊണ്ടുപോവാണ്. ചവിട്ടുമ്പോൾ എന്ത് ചെയ്യും? അതെല്ലാം ചിതറിപ്പോകും. ദേഷ്യം വന്നിട്ട് എന്ത് ചെയ്യും? കുഞ്ഞനുറുമ്പും കുട്ടിയോളും കെട്ടിയോളും എല്ലാവരും കടിക്കും. അവർ ജോലി ചെയ്യുകയാണ്. അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തുകയാണ് അതിനെ ശല്യം ചെയ്യുന്നവർ ചെയ്യുന്നത്. അതാണ് ഇവിടെ പറയുന്നത്. ചിന്നുക എന്ന് പറഞ്ഞാൽ ചിതറുക. ത്വരം എന്ന് പറഞ്ഞാൽ എന്താ? ത്വരം പണി, ജോലി, അധ്വാനം എന്നൊക്കെയാണ് കേട്ടോ. ജോലിയെയാണ് ത്വരം എന്ന് പറയുക. ത്വരം എന്ന് പറഞ്ഞാൽ എന്താ? ജോലി. ഓർമ്മിച്ച് വെക്കുക. ത്വരം എന്ന് പറഞ്ഞാൽ ജോലി. ത്വരം എന്നത് എന്താണ്? ജോലി. ഓക്കെ. അപ്പൊ അധ്വാനത്തെ കുറിച്ച് പഠിപ്പിക്കുന്നതാണ് ഈ പാഠഭാഗം. ജോലി ചെയ്യുന്നത്, അധ്വാനിക്കുന്നതിനെ കുറിച്ച് ആണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത്. ഇവിടെ നമുക്ക് വേറെയും കുറച്ച് കാര്യങ്ങൾ നോക്കാം. വീടും കൂടും കണ്ടായിരുന്നോ? വീടും കൂടും. ഇവിടെ ആരൊക്കെയാ വീട് നിർമ്മിക്കുന്നേ? ഇത് തൂക്കണാംകുരുവിയാണ്. തൂക്കണാംകുരുവി വീട് നിർമ്മിക്കുന്നു. ചിതൽ വീട് നിർമ്മിക്കുന്നു. തേനീച്ച വീട് നിർമ്മിക്കുന്നു. കാക്ക വീട് നിർമ്മിക്കുന്നു. വീടെന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂട്. മനുഷ്യൻ വീട് നിർമ്മിക്കുന്നു. അപ്പൊ ഇവരെന്ത് അധ്വാനമാണ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഇവർ അധ്വാനിക്കുന്നത്? ഓരോരുത്തരും എങ്ങനെ അധ്വാനിക്കുന്നു നോക്കാം. ആദ്യം നമുക്ക് ആരെ നോക്കാം? തൂക്കണാംകുരുവിയെ നോക്കാം. തൂക്കണാംകുരുവിയുടെ വായിൽ എന്താണ്? പുല്ലുണ്ട്, നാരുണ്ട്. ഇത് പുല്ലും നാരുമാണ്. അപ്പൊ ഇവർ എന്ത് ചെയ്യുന്നു? പുല്ലും നാരും ഉപയോഗിച്ച് തെങ്ങിന്റെ ഓലയുണ്ടല്ലോ, ഈ തെങ്ങോല തുമ്പുകളിൽ ഇവ കൂടുണ്ടാക്കും. കണ്ടല്ലോ, ഇവരുടെ കൂടെല്ലാം ഒരുപോലെയാണ്. ഏത് തൂക്കണാംകുരുവി കൂടുണ്ടാക്കിയാലും അവരാരും പഠിപ്പിച്ചിട്ടല്ല. അവരെന്ത് ചെയ്യുന്നു? അവർക്ക് കൂടുണ്ടാക്കുന്ന അവരുടെ അങ്ങനെയാണത്. അപ്പോൾ തൂക്കണാംകുരുവി, എല്ലാ തൂക്കണാംകുരുവികളും ഒരുപോലെയാണ് കൂടുണ്ടാക്കുന്നത്. ആണോ അല്ലയോ? ആണ്. അപ്പോൾ എല്ലാ തൂക്കണാംകുരുവികളും പുല്ലും നാരും ഉപയോഗിച്ച് തെങ്ങിന്റെ ഓലയുടെ അറ്റത്ത്, തെങ്ങോല തുമ്പെന്ന് പറയാം, തുമ്പിൽ എന്ത് ചെയ്യുന്നു? തൂക്കണാംകുരുവികൾ പുല്ലും നാരുമാണ് കേട്ടോ. എന്തൊക്കെയാ? പുല്ലും നാരും ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്നു. ഇവിടെ നോക്കാം, ചിതലാണ്. എല്ലാ ചിതൽപുറ്റും ഒരുപോലെയല്ലേ? ആണല്ലോ. ചിതൽപുറ്റുകളെല്ലാം എവിടെയാണെങ്കിലും ചിതലുകൾ വീട് വയ്ക്കുന്നത് മണ്ണ് ഉപയോഗിച്ചാണ്. മണ്ണ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? ചിതലുകൾ വീടുണ്ടാക്കുന്നു അല്ലെങ്കിൽ കൂടുണ്ടാക്കുന്നു. ഇവിടെ തൂക്കണാംകുരുവി പുല്ലും നാരും ഉപയോഗിച്ച് തെങ്ങോല തുമ്പിൽ കൂടുണ്ടാക്കുന്നു. ചിതലുകൾ മണ്ണ് ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? മണ്ണ് ഇങ്ങനെ കൂമ്പാരം ഇങ്ങനെ വച്ച് പുറ്റ് ഇങ്ങനെ ഉണ്ടാക്കി എന്ത് ചെയ്യുന്നു? കൂടുണ്ടാക്കുന്നു. ഇവിടെ ആരാണ്? തേനീച്ച. തേനീച്ച എന്താണ് ചെയ്യുന്നത്? തേനീച്ചയുടെ ശരീരത്തിൽ ഒരു മെഴുക് പോലത്തെ ഒരു ഗ്രന്ഥി, നിങ്ങൾക്ക് വലുതാകുമ്പം പഠിക്കും, മെഴുക് ഗ്രന്ഥി എന്ന് പറയും തേനീച്ചയുടെ ശരീരത്തിൽ. അതിൽ നിന്നും ഒരു മെഴുക് പോലുള്ള സാധനം ഉണ്ടാകും. അതുപയോഗിച്ച് എന്ത് ചെയ്യും? ആ മെഴുക് പോലുള്ള സാധനം ഉപയോഗിച്ച് അറകളായി തേനീച്ച കൂടുണ്ടാക്കും. എല്ലാ തേനീച്ചകളും ഒരുപോലെയല്ലേ കൂടുണ്ടാക്കുന്നത്? അതെ. തേനീച്ചകൾ എവിടെ കൂടുണ്ടാക്കിയാലും എല്ലാ തേനീച്ചകൾ ഉണ്ടാക്കുന്ന കൂടിനും ഒരേ ആകൃതിയാണ്, അത് ഒരേപോലെയാണ് കൂടുണ്ടാക്കുന്നത്. ചിതലായാലും ചിതൽപുറ്റെല്ലാം ഒരുപോലെയാണ്. തൂക്കണാംകുരുവിയായാലും തൂക്കണാംകുരുവിയുടെ കൂടെല്ലാം ഒരുപോലെയാണ്. ആണല്ലോ. ഇവിടെ മെഴുക് കൊണ്ട്, തേനീച്ചയുടെ ശരീരത്തിലെ മെഴുക് കൊണ്ട് അത് അറകളുള്ള കൂട് നിർമ്മിക്കുന്നു. ആ അറകളിൽ എന്ത് ശേഖരിക്കുന്നു? പൂക്കളിലെ തേൻ ശേഖരിച്ച് കൊണ്ടുവയ്ക്കുന്നു. മനസ്സിലായോ? അപ്പൊ തേനീച്ചയുടെ കൂട് മനസ്സിലായോ? ഇനി നമുക്ക് കാക്കയുടെ കൂട് നോക്കാം. കാക്ക എങ്ങനെയാണ്? ചുള്ളിക്കമ്പ്, നാര്, അങ്ങനെയുള്ള സാധനങ്ങൾ, ചുള്ളിക്കമ്പുകളും നാരുകൾ ഉപയോഗിച്ച് എന്ത് ചെയ്യുന്നു? കൂടുണ്ടാക്കുന്നു. ചുള്ളിക്കമ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ, കാക്ക കൂടുണ്ടാക്കാൻ ചുള്ളിക്കമ്പ് കൊണ്ടുവരുന്നു, നാരുകൾ കൊണ്ടുവരുന്നു, അതുപയോഗിച്ച് എന്ത് ചെയ്യുന്നു? കൂടുണ്ടാക്കുന്നു. എല്ലാ കാക്കകളും കൂടുണ്ടാക്കുന്നത് ഒരുപോലെയല്ലേ? ആണ്. അപ്പോൾ കാക്കകൾ എങ്ങനെയാ കൂടുണ്ടാക്കുന്നേ? മരക്കൊമ്പിൽ എന്തൊക്കെ ഉപയോഗിച്ചാണ്? ചുള്ളിക്കമ്പുകളും നാരുകൾ ഉപയോഗിച്ച് കൂടുണ്ടാക്കുന്നു. അപ്പൊ ഇവിടെ നമ്മൾ ഓരോ ജീവികളുടെയും കൂടുകളെ കുറിച്ച് നോക്കി. തൂക്കണാംകുരുവി, ചീതൽ, തേനീച്ച, കാക്ക.
അവർ അവരുടെ കൂട് നിർമ്മിക്കുന്നത്, എല്ലാ കാക്കകളും ഒരുപോലെയാണ് കൂടുണ്ടാക്കുന്നത്, എല്ലാ തേനീച്ചകളും ഒരുപോലെയാണ് കൂടുണ്ടാക്കുന്നത്. അതുപോലെ ചിതലുകളെല്ലാം ചിതൽ പുറ്റുണ്ടാക്കുന്നത് ഒരുപോലെയാണ്. തൂക്കണാംകുരുവി അതിൻ്റെ വീട് നിർമ്മിക്കുന്നത് ഒരുപോലെ, കൂട് നിർമ്മിക്കുന്നത് ഒരുപോലെയാണ്. അപ്പൊ ഇതാണ് കൂട്. ഇനി മനുഷ്യർ ഉണ്ടാക്കുന്ന വീടോ എങ്ങനെയാണ്? മനുഷ്യർ വീടുണ്ടാക്കുന്നത് എങ്ങനെയാണ്? എല്ലാവരും ഒരേപോലെയാണോ? ഒരേ ആകൃതിയിൽ ഒരേപോലെയാണോ? അല്ല. ഓരോ മനുഷ്യർ എന്ത് ചെയ്യുന്നു? ഓരോ മനുഷ്യർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള സാധനങ്ങൾ ഉപയോഗിച്ച്, കല്ലെങ്കിലും പലതരത്തിലുള്ള കല്ലുകൾ ഉണ്ടല്ലേ, അപ്പോൾ പല സാധനങ്ങൾ ഉപയോഗിച്ച് അതിനെ നല്ല രീതിയിൽ അവരുടെ പണത്തിനനുസരിച്ച് അവരെന്ത് ചെയ്യുന്നു? വീട് നിർമ്മിക്കുന്നു. മനുഷ്യർ കല്ലുപയോഗിച്ച്, കല്ലും സിമെന്റും നമുക്ക് പറയാം, കല്ലും സിമെന്റും ഉപയോഗിച്ച് അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള വീട് നിർമ്മിക്കുന്നു. മറ്റുള്ളവരോ? എല്ലാവരുടെ ജീവികളുടെ എല്ലാവരുടെ വീടും ഒരുപോലെയാണ്. കാക്കകളുടെ എല്ലാവരുടെയും വീട് ഒരുപോലെ, ചിതൽ പുറ്റുകളെല്ലാം ഒരുപോലെ, തേനീച്ച കൂടുകളെല്ലാം ഒരുപോലെ, തൂക്കണാങ്കുരുവിയുടെ കൂടുകളെല്ലാം ഒരുപോലെ. മനുഷ്യരോ മനുഷ്യരുടെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? കല്ലും സിമെന്റും ഒക്കെ ഉപയോഗിച്ച് വീട് നിർമ്മിക്കുന്നു. മനസ്സിലായോ? ഇനി ഇവിടെ ഇപ്പോൾ ഏതെല്ലാം ജീവികൾ കൂടുണ്ടാക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഓരോ ജീവികൾ എങ്ങനെ കൂടുണ്ടാക്കുന്നത് മനസ്സിലായല്ലോ? മനസ്സിലായി. ഇതിന് അധ്വാനം വേണമോ വേണ്ടയോ? ഏത് ജോലി ചെയ്യാനും എന്ത് വേണം? അധ്വാനിക്കണം. ഏത് ജോലി ചെയ്യാനും അധ്വാനിക്കണം. വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കുന്ന കണ്ടിട്ടുണ്ടോ? വേട്ടാളൻ കണ്ടിട്ടുണ്ടോ? വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കുന്നത്. വേട്ടാളൻ എന്ത് ചെയ്യും? മണ്ണ് കുഴച്ച് കൊണ്ടുവരുന്ന കണ്ടിട്ടുണ്ടോ? മണ്ണ് കുഴച്ച് കൊണ്ടുവരും. കൊണ്ടുവന്നിട്ടോ ആരുമില്ലാത്ത സ്ഥലത്ത് എന്ത് ചെയ്യും? 2-3 മണിക്കൂർ കൊണ്ട് എന്ത് ചെയ്യും? മനോഹരമായ ഒരു കൂടുണ്ടാക്കും. നിങ്ങളുടെ വീടുകളിലൊക്കെ കണ്ടിട്ടുണ്ടോ? വേട്ടാളൻ മണ്ണ് കുഴച്ച് കൊണ്ടുവന്ന് 2-3 മണിക്കൂർ കൊണ്ട് കൂടുണ്ടാക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാം? ഇവർ താമസിക്കത്തില്ല. ഇവർ ഈ കൂടിനകത്ത് മുട്ടയിടും. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കാൻ മാത്രമാണ് ഈ വേട്ടാളൻ കൂടുണ്ടാക്കുന്നത്. നിങ്ങളുടെ പാരൻസിനോട് ചോദിച്ചാൽ വേട്ടാളനെ കാണിച്ചു തരും കേട്ടോ. വേട്ടാളൻ്റെ കൂടും കാണിച്ചു തരും. മണ്ണ് കുഴച്ച് മണ്ണ് കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. എല്ലാ വേട്ടാളനും ഒരുപോലെയാണ് കൂടുണ്ടാക്കുന്നത്. അപ്പോൾ മണ്ണ് കുഴച്ച് അവർ 2-3 മണിക്കൂർ കൊണ്ട് കൂടുണ്ടാക്കി കഴിയും. അതിനുള്ളിൽ അവരെന്ത് ചെയ്യും? മുട്ടയിടും. മുട്ടയിട്ടിട്ട് മുട്ട വിരിഞ്ഞിട്ട് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ആഹാരം വേണമല്ലോ. ഈ ആഹാരവും ഇവർ ആ കൂടിനകത്ത് വയ്ക്കും. അപ്പോൾ അവർ മുട്ടയിടും. മുട്ട വിരിഞ്ഞുണ്ടാവുന്ന ലാർവയ്ക്ക് ആ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഫുഡും ആഹാരവും എന്ത് ചെയ്യും? ഇവർ ആ കൂടിനകത്ത്, ആ മണ്ണ് കൊണ്ടുള്ള കൂടിനകത്ത് വയ്ക്കും. വച്ചിട്ട് ഈ മണ്ണ് കൊണ്ട് തന്നെ വേട്ടാളൻ കൂടടയ്ക്കും. മണ്ണുകൊണ്ട് എന്ത് ചെയ്യും? കൂടടയ്ക്കും. കൂടടച്ചിട്ട് ഈ വേട്ടാളൻ പറന്നു പോകും. ഇനി വിരിഞ്ഞു വരുന്ന ലാർവ എന്ത് ചെയ്യും? അതിനകത്തുള്ള ഫുഡ് കഴിച്ച്, ആഹാരം കഴിച്ച് അതിന് പുറത്തേക്ക് വരാൻ ദിവസമാകുമ്പോൾ കൂട് പൊളിച്ചത് പുറത്തേക്ക് പോകും. ഇതാണ് വേട്ടാളൻ. മനസ്സിലായപ്പോൾ വേട്ടാളൻ മണ്ണുകൊണ്ട് കൂടുണ്ടാക്കുക. വേട്ടാളൻ മണ്ണ് എങ്ങനെയാണ് കൂടുണ്ടാക്കുന്നത്, എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ മനസ്സിലായല്ലോ? മനസ്സിലായി. ഇപ്പോൾ വേട്ടാളൻ താമസിക്കാനല്ല, എന്തിനാ കൂടുണ്ടാക്കുന്നേ? മുട്ടയിട്ട് വിരിയിക്കാൻ. അതിനുവേണ്ടി ആഹാരവും അതിനുള്ളിൽ വെച്ച് മണ്ണ് കൊണ്ട് തന്നെ അടച്ചു വെക്കും. എന്നിട്ടോ അതിനകത്തുള്ള ലാർവ പുറത്തേക്ക് വന്ന് ഈ ഫുഡ് കഴിച്ച് അതിന് പുറത്തേക്ക് വരേണ്ട ദിവസമാകുമ്പോൾ ആ കൂട് പൊളിച്ചത് എന്ത് ചെയ്യും? പുറത്തേക്ക് പോകും. അതാണ് വേട്ടാളൻ. ഇനി തേനീച്ച കൂടുണ്ടാക്കുന്ന ടീച്ചർ പറഞ്ഞു, അതിൻ്റെ ശരീരത്തിലുള്ള മെഴുകുപയോഗിച്ചാണ് അത് കൂടുണ്ടാക്കുന്നത്. ഇനി നമ്മൾ വീട് എങ്ങനെ ഉണ്ടാക്കാം? കൂടൊന്നു തീർക്കാൻ കുന്നോളം ത്വരം, വീടാക്കി മാറ്റാൻ മലയോളം. കൂടൊന്നു തീർക്കാൻ കുന്നോളം അധ്വാനമുണ്ട്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നാണ് പറയുന്നത്. കൂടൊന്ന്, അപ്പോൾ ഈ ജീവികളുടെ കൂടൊന്ന് തീർക്കാൻ അവരെ സംബന്ധിച്ച് കുന്നോളം അധ്വാനമാണ്. എന്നാൽ ഒരു വീടുണ്ടാക്കാനോ മലയോളം അധ്വാനം വേണം. കുന്നിനേക്കാളും വലുതാണ് മല. അപ്പോൾ അതിനേക്കാളും കൂടിനേക്കാളും അധ്വാനം വേണം ഒരു വീടുണ്ടാക്കാൻ. അപ്പോൾ വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം. അതാണ് ഈ പഴഞ്ചൊല്ലിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ പഴഞ്ചൊല്ലിൻ്റെ അർത്ഥം എന്താ? കൂടൊന്ന് തീർക്കാൻ കുന്നോളം ത്വരം, വീടാക്കി മാറ്റാൻ മലയോളം. വീടുണ്ടാക്കാൻ വലിയ അധ്വാനം വേണം. കൂടുണ്ടാക്കാൻ വേണ്ട അധ്വാനത്തെക്കാൾ കൂടുതൽ വീടുണ്ടാക്കാൻ അധ്വാനം വേണം. അപ്പോൾ ഒരുപാട് തൊഴിലുകൾ, ഒരുപാട് ജോലികൾ നമുക്ക് ചുറ്റും ഇല്ലേ? ഇവിടെ നോക്കിയേ, തൊഴിലും ഭാഷയും. മനുഷ്യർ എന്തെല്ലാം തൊഴിലുകളിലാണ് ഏർപ്പെടുന്നത് നോക്കിയേ. ഈ ചിത്രത്തിൽ നിന്ന് ഇത് ആര് വരച്ച ചിത്രമാണ്? എൻ്റെ കേരളം എന്ന അനുജാത് സിന്ധു വിനയ്ലാൽ വരച്ച ഒരു ചിത്രമാണ് എൻ്റെ കേരളം. ഇതിൽ ഒത്തിരി ജോലികൾ കാണുന്നുണ്ട്. ഒത്തിരി വീടുകളും കടകളും അമ്പലം, ചർച്ച്, ഇതൊക്കെ പള്ളികൾ, ഇതൊക്കെ കാണുന്നുണ്ട്. ഇവിടെ നോക്കി എന്തൊക്കെയാ കാണുന്നേ? ഇവിടെ ഒരു ചായക്കട കാണുന്നുണ്ട്. കണ്ടോ? ചായക്കട കണ്ടോ?
ഇനി ഇവിടെയോ ഇളനീർ കച്ചവടം, കരിക്കെന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ഇളത്, ഇളനീർ കച്ചവടം കാണുന്നുണ്ട്. ഇവിടെയോ മത്സ്യ കച്ചവടം, മീൻ കച്ചവടം കാണുന്നുണ്ട്. ഇവിടെ നോക്കിയേ, ഒരു വീടിന് മുന്നിൽ മുറ്റം അടിക്കുന്നു, അവിടെ ആടുണ്ട്, കോഴിയുണ്ട്, അതൊക്കെ കാണുന്നുണ്ട്. ഇവിടെയോ പാചകവാതകം, ഗ്യാസ് പാചകവാതകം വിതരണം ചെയ്യുകയാണ്. ഇവിടെ കുറച്ചൊരു മുകളിലേക്ക് പോകാം. നോക്കിയേ, ചക്ക വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്ന കണ്ടോ? ചക്ക വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നുണ്ടോ? പത്രം വിതരണം ചെയ്യുകയാണ്. ഇവിടെ വീട്ടിലുള്ള ആടിനെയും താറാവിനെയും ഒക്കെ വളർത്തി പരിപാലിക്കുകയാണ്. ഇവിടെ എന്താണ്? ആ വീട്ടിലേക്ക് ആവശ്യമായ മീൻ ചൂണ്ടയിട്ട് പിടിക്കുകയാണ്. ഇവിടെ കൃഷി, ഞാറ് നടലും കൃഷിയുമാണ് ഈ ഭാഗത്ത് നടക്കുന്നത്. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യാണ്? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് വള്ളത്തിൽ കണ്ടോ ജലമാർഗം കൊണ്ടുപോകുന്നു. വാഹനങ്ങളുണ്ട്, ആളുകൾ നടക്കുന്നുണ്ട്. ബസ്സുകളിൽ അല്ലെങ്കിൽ വാഹനങ്ങളിൽ കയറാൻ ഓരോരുത്തരും അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് നടന്നു പോകുന്നുണ്ട്. മത്സ്യം കച്ചവടം കാണുന്നുണ്ട്. തെങ്ങ് കയറ്റം കണ്ടോ? തെങ്ങ് കയറ്റം കാണുന്നുണ്ട്. ഇവിടെ ഉത്സവം കാണുന്നുണ്ട്. ചെണ്ടകൊട്ട് കാണുന്നുണ്ട്. മീൻ കച്ചവടം, വല നെയ്യുന്നത്, മീൻ പിടുത്തം കണ്ടോ? മീൻ പിടുത്തമുണ്ട്. മീൻ കച്ചവടത്തിനായിട്ട് പോകുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒത്തിരി ജോലികൾ, ഡ്രൈവിംഗ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സ്ഥലത്ത് നിന്നും കാണാൻ കഴിയുന്നുണ്ട്. ഒത്തിരി ജോലികൾ കണ്ടില്ലേ? കൃഷിയുണ്ട്, വാഴ കണ്ടോ, തെങ്ങ് കണ്ടോ, കൃഷിയുണ്ട്. അപ്പൊ ഇതിൽ നിന്നും ആളുകൾ ഒറ്റയ്ക്ക് അധ്വാനിക്കുന്നതുകൊണ്ട്, കൂട്ടമായിട്ട് അധ്വാനിക്കുന്നതുകൊണ്ട്, മനസ്സിലായല്ലോ? ഈ ചിത്രത്തിൽ ആളുകൾ ഒറ്റയ്ക്കും അധ്വാനിക്കുന്നുണ്ട്, കൂട്ടമായും അധ്വാനിക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് അധ്വാനിക്കുന്ന ജോലികൾ എന്തൊക്കെയാണ്? ഒറ്റയ്ക്കുള്ള അധ്വാനം നിങ്ങൾ ഇതിൽ നിന്ന് എന്തൊക്കെയാ കണ്ടേ? ഒറ്റയ്ക്ക് എങ്ങനെയാ അധ്വാനിക്കുന്നേ? ചായക്കട ഒറ്റയ്ക്കല്ലേ? അതെ, ചായക്കട നടത്തിപ്പ്. ഇളനീർ കച്ചവടമാണെങ്കിലോ ഒറ്റയ്ക്കാണ്. മീൻ കച്ചവടം, മത്സ്യ കച്ചവടമാണെങ്കിലോ ഒറ്റയ്ക്കാണ്. പാചകവാതകം വിതരണം ചെയ്യുന്നത് ഒറ്റയ്ക്കാണ്. തെങ്ങ് കയറ്റം ഒറ്റയ്ക്കാണ്. വേറെ എന്താണ്? പത്രം വിതരണം ചെയ്യുന്നു, അതും ഒറ്റയ്ക്കാണ്. ഇവിടെ ഒരു മനുഷ്യൻ താറാവിന് എന്ത് ചെയ്യാണ്? വളർത്തുകയാണ്. താറാവ് വളർത്തലും ഒറ്റയ്ക്കാണ്. ഡ്രൈവിംഗ്, ബസ് ഡ്രൈവ് ചെയ്യുന്നു. ആനയെ ലോറിയിൽ ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോകുന്നത് എല്ലാം എന്താ? ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലികളാണ്. ആട് വളർത്തുക കണ്ടോ, ഇവിടെ പശുവിനെ വളർത്തുന്നു, ആടിനെ വളർത്തുന്നു. ഇതെല്ലാം ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലികളാണ്. ചൂണ്ടയിടുന്നത് ഒറ്റയ്ക്ക് ചെയ്യുന്നതാണ്. ഇനി കൂട്ടമായിട്ട് ചെയ്യുന്ന ജോലികൾ, ഒറ്റയ്ക്ക് നിന്ന് ചെയ്യുന്ന അധ്വാനം, കൂട്ടമായിട്ടുള്ള അധ്വാനം എന്തൊക്കെയാണ്? ഞാറ് നടൽ എങ്ങനെയാ? ഒറ്റയ്ക്കാണോ? അല്ല, കൂട്ടമായിട്ടുള്ള അധ്വാനമാണ്. ഇവിടെ നോക്കി, ചെണ്ടകൊട്ട് ഒറ്റയ്ക്കാണോ? അല്ല, കൂട്ടമായിട്ടാണ് ചെയ്യുന്നത്. മീൻപിടുത്തം ഒറ്റയ്ക്കാണോ? അല്ല, കൂട്ടമായിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ. അതുപോലെ തന്നെ എന്താ? മരമൊക്കെ പിടിച്ച് കെട്ടത്തില്ലേ? അങ്ങനെയുള്ള കാര്യങ്ങളും എന്താ? ഒറ്റയ്ക്കാണ് ചെയ്യുന്നത്, അല്ല കൂട്ടമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലികൾ, കൂട്ടമായിട്ട് ചെയ്യുന്ന ജോലികൾ. മനസ്സിലായോ? ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞോ? ഒറ്റയ്ക്ക് ചെയ്യുന്ന ജോലികളും കൂട്ടമായിട്ട് ചെയ്യുന്ന ജോലികളും. സംശയമുണ്ടോ? ഇല്ലല്ലോ? ഇല്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോവാം. ഒരുപാട് കാര്യങ്ങൾ ഒറ്റ ചിത്രത്തിലൂടെ അവതരിപ്പിച്ചതാണ് ഇവിടെ കണ്ടത്. ഇതിൽ കൂട്ടായി ചെയ്യുന്ന ജോലികൾ നോക്കി, ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചെയ്യുന്ന ജോലികൾ നോക്കി, ഇതൊക്കെ നമ്മൾ നോക്കി. ഇനി പ്രധാനമായിട്ടും കൃഷിയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ട് ഓരോ തൊഴിലിനും ഒത്തിരി ഭാഷകളുണ്ട്. നോക്കാം. നെൽകൃഷിയാണ് ഉദാഹരണമായിട്ട് എടുക്കുന്നത്. നെൽകൃഷിയിൽ എന്തൊക്കെ വാക്കുകളുണ്ട്? കന്നുപൂട്ടുക, കട്ടയുടയ്ക്കുക, വിത്തെറിയുക, ഞാറു പറിക്കുക, ഞാറു നടുക, കള പറിക്കുക, വളം ചേർക്കുക, കൊയ്യുക, മെതിക്കുക. ഇങ്ങനെ ഒത്തിരി വാക്കുകൾ ഏതുമായി ബന്ധപ്പെട്ടതാണ്? നെൽകൃഷി. അപ്പൊ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാണ്? വേഗത്തിൽ പറഞ്ഞേ. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഏതൊക്കെയാ? കന്നുപൂട്ടുക, കട്ടയുടയ്ക്കുക,
വിത്തെറിയുക, ഞാറു പറിക്കുക, ഞാറു നടുക, കള പറിക്കുക, വളം ചേർക്കുക, കൊയ്യുക, മെതിക്കുക. ഇതെല്ലാം എന്താ? കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ. ഞാറു പറിക്കുക, ഞാറു നടുക, കള പറിക്കുക, വളം ചേർക്കുക, വിത്തെറിയുക, കൊയ്യുക, മെതിക്കുക, കന്ന് പൂട്ടുക, കട്ടയുടക്കുക. ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ട ജോലികളാണ്? നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ. ഇനി ഇവിടെ നോക്കിയേ, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങൾ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ഇവിടെയുണ്ട്? നെൽകൃഷിയുമായി ബന്ധപ്പെട്ടത് എന്തൊക്കെയാണ്? കലപ്പ, നുകം, മരം, കൈക്കോട്ട്, അരിവാൾ, ട്രാക്ടർ, ട്രില്ലർ, കൊയ്തുമെതി യന്ത്രം. ഏതൊക്കെയാ? ഇത് പണി ഉപകരണങ്ങളുടെ പേരാണ്. പണി ഉപകരണങ്ങളുടെ പേരാണ്. എന്തൊക്കെയാ? കലപ്പ, നുകം, മരം, കൈക്കോട്ട്, അരിവാൾ, ട്രാക്ടർ, ട്രില്ലർ, കൊയ്ത്തുമെതി യന്ത്രം. നമ്മൾ നേരത്തെ നോക്കിയതോ നെൽകൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ, ഭാഷകൾ, പേരുകൾ. അതാണ് ഇവിടെ ഉപകരണങ്ങളുടെ പേരാണ്. ഉപകരണങ്ങളുടെ പേര് എന്തൊക്കെയാ? കലപ്പ, നുകം, മരം, കൈക്കോട്ട്, അരിവാൾ, ട്രാക്ടർ, ട്രില്ലർ, കൊയ്ത്തുമെതി യന്ത്രം. ഇവയൊക്കെയാണ്. അപ്പൊ കലപ്പ ഓർമ്മയിരിക്കുമല്ലോ, അരിവാൾ ഓർമ്മയിരിക്കുമല്ലോ, ട്രാക്ടർ ഓർമ്മയിരിക്കുമല്ലോ. കലപ്പ, അരിവാൾ, ട്രാക്ടർ, ഇത് മൂന്ന് എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയിരിക്കും. പിന്നെ നുകം, മരം, കൈക്കോട്ട്, ട്രില്ലർ, കൊയ്ത്തുമെതി യന്ത്രം, ഇതും കൂടി ഓർമ്മിച്ചിരിക്കുക. ഓക്കെ. അടുത്തെന്താണുള്ളത്? കൃഷിയെക്കുറിച്ച് നാം ഉപയോഗിക്കുന്ന മറ്റ് വാക്കുകൾ. കൃഷി പാടം എന്ന് പറയാറുണ്ട്. തോട്, കതിര്, പതിര്, വിളവ്, നിറവ്, നനവ്, ഉറവ്. എത്ര വാക്കുകൾ! പാടം, തോട്, കതിര്, പതിര്, വിളവ്, നിറവ്, നനവ്, ഉറവ്. അപ്പൊ പാടം, തോട്, കതിര്, പതിര്, വിളവ്, നിറവ്, നനവ്, ഉറവ്. ഇതെല്ലാം എന്തിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ്? കൃഷിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ. ഇവ എന്തിനെ കുറിച്ച് പറയുന്ന വാക്കുകൾ? കൃഷിയെക്കുറിച്ച് പറയുന്ന വാക്കുകൾ. ഇനി കൃഷിയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ് കൃഷിച്ചൊല്ലുകൾ. മുളയിലറിയാം വിള. മുളയിലറിയാം വിള. മുളയിലെ നമുക്ക് എന്തറിയാം? അത് എന്ത് വിളയാണ്, എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മുളയിലറിയാം വിള. അടുത്ത് നട്ടാൽ അഴക്. അടുത്ത് നട്ടാൽ എന്താ? നല്ല അഴകാണ്. അകലെ നട്ടാൽ വിളവ്. അടുത്ത് നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതിന്റെ അർത്ഥം എന്തായിരിക്കും? നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ നിങ്ങൾക്ക് മനസ്സിലായേ? എന്ത് മനസ്സിലായി? അടുത്ത് നട്ടാൽ, അതായത് അടുത്തടുത്ത് നടുമ്പോൾ എന്താണ്? കാണാൻ നല്ല ഭംഗിയല്ലേ? അകലെ നട്ടാൽ എന്താ? അതിന് നല്ലതുപോലെ വളർന്ന് വന്ന് അതിന് നല്ല വിളവ് തരാൻ കഴിയും. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അടുത്ത് നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ്. അടുത്ത് നട്ടാൽ അഴക്. ചീര കണ്ടിട്ടുണ്ടോ? ചീര, നെല്ല്, അതൊക്കെ അടുത്തടുത്ത് നട്ടിരിക്കുമ്പോൾ കാണാൻ നല്ല അഴകാണ്. വിളവ് ലഭിക്കുന്നത് എപ്പോഴാ? നല്ല വിളവ് ലഭിക്കുന്നത് എപ്പോഴാ? ഓരോ ചെടികൾ തമ്മിൽ അകലമുണ്ട്. അങ്ങനെ അകലം നട്ടാൽ എന്താ? വിളവ്, നല്ല വിളവ് കിട്ടും. അപ്പൊ അടുത്ത് നട്ടാൽ അഴക്, അകലെ നട്ടാൽ വിളവ്. വിത്താഴം ചെന്നാൽ പത്തായം നിറയും. നല്ല രീതിയിൽ വിത്ത് വിതച്ചാൽ നല്ല വിളവ് കിട്ടും. ആ വിളവ് കൊണ്ട് പത്തായം നിറയും. വിത്താഴം ചെന്നാൽ പത്തായം നിറയും. വിത്ത് നല്ല രീതിയിൽ പാകിയാൽ നല്ല വിളവ് കിട്ടും. അങ്ങനെ എന്താണ്? പത്തായം നിറയെ നമുക്ക് അതിൽ നിന്ന് വിളവും കിട്ടും. വിത്താഴം ചെന്നാൽ പത്തായം നിറയും. ഞാറില്ലെങ്കിൽ ചോറില്ല, ഞാറില്ലെങ്കിൽ ചോറില്ല എന്നിങ്ങനെ തൊഴിലിനെ കുറിച്ച് ഒത്തിരി ഭാഷാവാക്കുകൾ ഉണ്ട്, പഴഞ്ചൊല്ലുകൾ ഉണ്ട്. ഇത് ഞാറുനടിയിലാണ്. ഞാറുനടിയിൽ കൃഷിയെ പോലെ ഒത്തിരി തൊഴിലുകളില്ലേ? ഒത്തിരി വാക്കുകളും ഇല്ലേ? ഉണ്ട്. അടുക്കള, അടുക്കളപ്പണി. അടുക്കളപ്പണി എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരുടെ വീട്ടിലും അടുക്കളപ്പണിയുണ്ട്. അവിടെ എന്തൊക്കെയാ ഉള്ളേ? അടുക്കളപ്പണിയിൽ എന്തൊക്കെയാ ഉള്ളേ? എന്തെല്ലാം ഉപകരണങ്ങളുണ്ട്? പാത്രം, ചിരവ, ചട്ടി,
കലം, തവി, അരിപ്പ, മുറം, മിക്സി, ഗ്രൈൻഡർ, റെഫ്രിജറേറ്റർ ഫ്രിഡ്ജ്, അപ്പച്ചട്ടി, ദോശക്കല്ല്, അടുപ്പ്, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളില്ലേ. കലം എവിടത്തെ ഉപകരണമാണ്? അടുക്കളപ്പണിയിലെ ഉപകരണമാണ്. ചിരവ എവിടത്തെ ഉപകരണമാണ്? അടുക്കളപ്പണിയിലെ ഉപകരണമാണ്. അപ്പൊ ഏതൊരു ജോലിയിലും ഒത്തിരി എന്തുണ്ട്? ആ തൊഴിലുമായി ബന്ധപ്പെട്ട വാക്കുകൾ ഉണ്ട്. ഇനി ഇവിടെ എന്തൊക്കെ ജോലികൾ കാണുന്നു? കറി വയ്ക്കുന്നു, അല്ലെങ്കിൽ പാചകം ചെയ്യുന്നു. തേങ്ങ എന്ത് ചെയ്യാണ്? തേങ്ങ തിരികുന്നു, അല്ലെങ്കിൽ ചിരകുകയാണ്. തേങ്ങ തിരുകുകയാണ്. പച്ചക്കറി അരിയുന്നു. ഇവിടെ കണ്ടോ, പച്ചക്കറി അരിയുകയാണ്. അരി കഴുകുകയാണ്, അരി കഴുകുന്നു. മീൻ വെട്ടുന്നു. ഇതെല്ലാം അടുക്കളയിലുള്ള എന്താണ്? ജോലികളാണ്. അടുക്കളയിലെ ജോലികളാണ്. അടുക്കളയിൽ ഒരുപാട് ജോലിയില്ലേ? പച്ചക്കറി അരിയണം, മീൻ വെട്ടണം, പാത്രം കഴുകണം, അരി കഴുകണം, അതുപോലെ ചോറ് വയ്ക്കണം, തേങ്ങ തിരികണം. ഇതെല്ലാം എവിടത്തെ ജോലിയാണ്? അടുക്കളയുമായി ബന്ധപ്പെട്ട ജോലികളാണ്. ഇനി അടുക്കളയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തൊക്കെയാണ് ടീച്ചർ പറഞ്ഞല്ലോ. അടുക്കളയുമായി ബന്ധപ്പെട്ട വാക്കുകൾ മനസ്സിലാക്കിയല്ലോ. ഇനി അടുക്കളയുമായി ബന്ധപ്പെട്ട വാക്കുകൾ, കുറച്ച് വാക്കുകൾ നമുക്ക് പഠിച്ചാലോ. നമുക്ക് ഇവിടെ തന്നെ ടീച്ചർ എഴുതി തരാം. അടുക്കളയുമായി ബന്ധപ്പെട്ട കുറച്ച് വാക്കുകൾ എന്തൊക്കെയുണ്ട്? തേങ്ങ എന്താ നമ്മൾ പറയുക? തേങ്ങ എന്ത് ചെയ്യുന്നു എന്നാ പറയുക? ചിരവുക. തേങ്ങ ചിരവുക അടുക്കളയുമായി ബന്ധപ്പെട്ട ഒരു വാക്കാണ്. തേങ്ങ ചിരവുക. ഇനി ആഹാരം എന്താ ചെയ്യുന്നേ? വേവിക്കുക. വേവിക്കുന്നത് എവിടത്തേതുമായി ബന്ധപ്പെട്ട വാക്കാണ്? അടുക്കളയുമായി ബന്ധപ്പെട്ട വാക്കാണ്. ഓക്കെ, തേങ്ങ ചിരവുക, ആഹാരം വേവിക്കുക. അതുപോലെ കടുക്, മുളക്, ഇതൊക്കെ എന്താണ്? എണ്ണ വെച്ച് എന്താ ചെയ്യുന്നത്? കടുക് താളിക്കുക. താളിക്കുക. താളിക്കുക എന്ന് പറഞ്ഞാൽ എവിടുത്തെ വാക്കാ? കിച്ചണിലെ വാക്കാണ്, അടുക്കളയിലെ വാക്കുകളാണ്. പിന്നെ വറുക്കുക. വറുക്കുന്നത് എന്താണ്? വറുക്കുക, വറുക്കുക. പിന്നെ വഴറ്റുക. വഴറ്റുക എവിടത്തെ വാക്കുകളാണ്? കിച്ചണിലെ അടുക്കളയിലെ വാക്കുകളാണ്. എവിടത്തെ വാക്കാണ്? അടുക്കളയിലെ വാക്കാണ്. അരിയുക. പച്ചക്കറി അരിയുക. അരിയുന്നത് എവിടത്തെ വാക്കാണ്? അടുക്കളയിലെ വാക്കാണ്. അരിയുക. പൊടിക്കുക. പൊടിക്കുക. മാവ് പൊടിക്കുക. പൊടിക്കുക എവിടത്തെ വാക്കാ? അടുക്കളയിലെ വാക്കുകളാണ്. പിന്നെ കുഴയ്ക്കുക. മാവ് കുഴയ്ക്കുക. കുഴയ്ക്കുക. ഇതൊക്കെ എവിടുത്തെ ഭാഷാപ്രയോഗങ്ങളാണ്? അടുക്കളയിലെ ഭാഷാപ്രയോഗങ്ങൾ. ഇനി കഞ്ഞി എന്താ പറയാ? കഞ്ഞി ഊറ്റുക എന്ന് പറയില്ലേ? ചോറെടുക്കാനായിട്ട് കഞ്ഞി ഊറ്റുക, അങ്ങനെ പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ തന്നെ ടീച്ചർ ഒത്തിരി വാക്കുകൾ പറഞ്ഞു. നോക്കിയേ: ചിരവുക, വേവിക്കുക, താളിക്കുക, വറുക്കുക, വഴറ്റുക, അരിയുക, പൊടിക്കുക, കുഴയ്ക്കുക, ഊറ്റുക. ഇതെല്ലാം എന്താ? അടുക്കളയിൽ പറയുന്ന ഭാഷകളാണ്. അടുക്കളയിൽ നമ്മൾ പറയുന്ന ഭാഷകൾ. ഓക്കെ, ഇത് ഇത്രയും മനസ്സിലായോ? നല്ലതുപോലെ മനസ്സിലാക്കിയോ? ഏതൊക്കെയാണ്? ചിരവുക, വേവിക്കുക, താളിക്കുക, വറുക്കുക, വഴറ്റുക, അരിയുക, പൊടിക്കുക, കുഴയ്ക്കുക, ഊറ്റുക. ഇതെല്ലാം നമ്മൾ എവിടെ പറയുന്ന വാക്കുകളാണ്? അടുക്കളയിൽ പറയുന്ന വാക്കുകളാണ്. ഇതെല്ലാവരും എഴുതിയെടുത്തല്ലോ? ക്ലിയർ ആണല്ലോ? യെസ്. ഇനി അടുക്കളപ്പണിയിൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എഴുതാൻ പറഞ്ഞാൽ എന്തൊക്കെ എഴുതാം? അടുക്കളപ്പണിയിലെ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? കലം എഴുതിക്കൂടെ? കലം, കലം, ചട്ടി, തവി, ചിരവ, അതുപോലെ എന്താ? ചൂല് നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കാറുണ്ട് വൃത്തിയാക്കാനായിട്ട്. അത് വീട്ടിൽ നമ്മൾ അടിച്ചു വാരാനായിട്ട് ഉപയോഗിക്കാറുണ്ട്. പിന്നെ മുറം, ഇത് കണ്ടോ? ഇതാണ് മുറം. ഇതാണ് മുറം. മുറമുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയുണ്ട്? സ്പൂണില്ലേ? തവിയില്ല. തവി എഴുതി, തവി, സ്പൂൺ. പിന്നെ കത്തിയില്ലേ? കത്തി, കത്തി വെച്ചില്ലേ നമ്മൾ അരിയുന്നത്? കത്തിയുണ്ട്. പിന്നെ നമുക്ക് എന്ത് പറയാം? അരിപ്പ, അരിപ്പ എഴുതാം. മിക്സി എഴുതാം, ഗ്രൈൻഡർ എഴുതാം, റെഫ്രിജറേറ്റർ എഴുതാം, ദോശക്കല്ല് എഴുതാം, അപ്പച്ചട്ടി എഴുതാം. ഇതൊക്കെ നമുക്ക് എന്ത് എഴുതാം? പാത്രം. ഇതെല്ലാം എവിടുത്തെ ഉപകരണങ്ങളാണ്?
എവിടത്തെയാണ്? അതെ, എവിടത്തെയാണ്? അടുക്കളയിൽ. അമ്മിക്കല്ല് എല്ലായിടത്തും ഇല്ല, മിക്സി ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഏതാണോ ഉള്ളത് അതിൽ. പിന്നെ ഉരൽ, ഇതൊക്കെ നമുക്കിതിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പാത്രം എഴുതിയല്ലോ ടീച്ചർ. അടുപ്പും എവിടെയാണുള്ളത്? അടുപ്പ് എവിടെയാണുള്ളത്? അടുക്കളയിലാണ് അടുപ്പുള്ളത്. എല്ലാ വീട്ടിലും അടുപ്പുണ്ടാവും. അടുപ്പ്. ഓക്കെ, ഇതൊക്കെ നമുക്ക് അടുക്കളയിലെ ഉപകരണങ്ങളായി എഴുതാം. ഇപ്പൊ ടീച്ചർ പറഞ്ഞ അടുക്കളയിലെ ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? കലം, ചട്ടി, തവി, ചിരവ, മുറം, കത്തി, അരിപ്പ, ദോശക്കല്ല്, പാത്രം, അമ്മിക്കല്ല്, ഉരൽ, അടുപ്പ്, ഫ്രിഡ്ജ്, മിക്സി, ഗ്രൈൻഡർ, ഇതൊക്കെ എന്ത് ചെയ്യാം? നമുക്ക് എഴുതി ചേർക്കാം. അപ്പൊ ഇതെല്ലാം എവിടത്തെ ഉപകരണങ്ങളാണ്? അടുക്കള പണിക്ക് വേണ്ട ഉപകരണങ്ങളാണ്. ഓക്കെ, ഇനി അടുക്കളയിലെ പണികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നമുക്ക് എന്ത് എഴുതാം? അടുക്കളയിലെ പണികൾ. അടുക്കളയിൽ എന്തൊക്കെ പണികളുണ്ട്? തേങ്ങ ചിരവുക, തേങ്ങ ചിരവണം, തേങ്ങ ചിരവുക. പിന്നെന്താണ്? പച്ചക്കറി അരിയുക, പച്ചക്കറി അരിയുക. വേറെ എന്ത് ജോലിയുണ്ട്? ആഹാരം പാചകം ചെയ്യുക, അല്ലെങ്കിൽ ആഹാരം വയ്ക്കുക. പാത്രം കഴുകുക, അരി കഴുകുക. അരി കഴുകിയാലേ ആഹാരം വയ്ക്കാൻ പറ്റത്തുള്ളൂ. അരി കഴുകുക. ഇനി നമുക്ക് എന്ത് ചെയ്യാം? മീൻ വേണ്ടേ? മീൻ വെട്ടുക എന്നോ മുറിക്കുക എന്നോ നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ എങ്ങനെയാണോ പറയുന്നത് ആ രീതിയിൽ എഴുതാം. പിന്നെ ചോറ് വയ്ക്കണ്ടേ? ചോറ് വയ്ക്കുക. പച്ചക്കറി അരിക എഴുതി. ഓക്കെ, ഇതൊക്കെ എന്താണ്? അടുക്കളയിൽ ചെയ്യുന്ന തൊഴിലുകൾ, അടുക്കളയിൽ ചെയ്യുന്ന ജോലികളാണ്. തേങ്ങ ചിരവുക, പച്ചക്കറി അരിയുക, ആഹാരം വയ്ക്കുക, പാത്രം കഴുകുക, അരി കഴുകുക, മീൻ വെട്ടുക, ചോറ് വയ്ക്കുക. ഇതെല്ലാം എവിടെ ചെയ്യുന്ന ജോലിയാണ്? അടുക്കളയിൽ ചെയ്യുന്ന ജോലികളാണ്. ഇപ്പോൾ നിങ്ങൾ പണികളെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ കൃഷിയുമായി ബന്ധപ്പെട്ട വാക്കുകൾ, പഴഞ്ചൊല്ലുകൾ, ഇതെല്ലാം നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പഴഞ്ചൊല്ല് എഴുതാൻ പറഞ്ഞില്ല. ഇവിടുത്തെ എന്താണ്? അടുക്കളയുമായി അല്ലെങ്കിൽ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ല് നമുക്ക് എന്ത് എഴുതാം? അടുക്കളയുമായി ബന്ധപ്പെട്ട എന്താണ്? ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. അങ്ങനെ നമുക്ക് എഴുതാം. പിന്നെ ആറിയ കഞ്ഞി, പഴങ്കഞ്ഞി, അതെല്ലാവർക്കും അറിയാവുന്നതാണ്. ആറിയ കഞ്ഞി, തണുത്ത കഞ്ഞി, പഴങ്കഞ്ഞി എന്ന് പറയുന്നില്ല. ആറിയ കഞ്ഞി, പഴങ്കഞ്ഞി, ഓർമ്മയിരിക്കുമല്ലോ. ആറിയ കഞ്ഞി, പഴങ്കഞ്ഞി. ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. ഉണ്ട ചോറിന് നന്ദി കാണിക്കണം. ഇങ്ങനെ ഒന്ന് എഴുതാലോ. പിന്നെ അത്താഴം മുടക്കാൻ നീർക്കോലി മതി, ഇതൊക്കെ നമുക്ക് എഴുതാം. ആറിയ കഞ്ഞി, പഴങ്കഞ്ഞി, ഉണ്ട ചോറിന് നന്ദി കാണിക്കണം, അത്താഴം മുടക്കാൻ നീർക്കോലി മതി, ഉപ്പ് തിന്നുന്നവൻ വെള്ളം കുടിക്കും. ഇതെല്ലാം അടുക്കളയുമായി ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകൾ. എഴുതിയെടുത്തല്ലോ? യെസ്. അപ്പോൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. കൃഷിപ്പണിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചു. അധ്വാനത്തെക്കുറിച്ച്, ഓരോ ജീവികളുടെ അധ്വാനത്തെക്കുറിച്ച് പഠിച്ചു. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബാക്കി പോർഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ എന്തൊക്കെ അധ്വാനങ്ങളുണ്ട്? മരപ്പണിയില്ലേ? മരപ്പണി അല്ലെങ്കിൽ തടിപ്പണിയില്ലേ? തടിപ്പണിയിൽ തന്നെ ഒത്തിരി വാക്കുകളില്ലേ? ഉളി വേണം, ആണി വേണം, മുഴക്കോൽ വേണം, ഇങ്ങനെ ഉളി വേണം, അങ്ങനെ ഒത്തിരി കാര്യങ്ങളില്ലേ? അതുപോലെ എന്ത് ജോലി എടുത്താലും, കൃഷിയായാലും പെയിൻറ്റിങ് ആയാലും പ്ലംബിംഗ് ആയാലും എന്ത് ഡോക്ടർ എന്ന ജോലി ആയാലും ഒരുപാടില്ലേ? ഉണ്ട്. ഒരുപാട് ഹോസ്പിറ്റലിൽ ഒരുപാട് കാര്യങ്ങളില്ലേ? എല്ലാ ജോലിക്കും ഉപകരണങ്ങളുണ്ട്, അധ്വാനമുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്റർ എല്ലാവർക്കും ക്ലിയർ ആയി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ഭാഗവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.